കാസർഗോഡേക്ക് പോകാം. KV ബൈജു ഉണ്ട് അവിടെ നിന്ന്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും റെഡ് അലേർട്ട് ആണ് അവിടെ. എങ്ങനെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം? അതിശക്തമായ മഴയാണോ? ഇടതടവില്ലാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണോ? ആര്യ, ഗുഡ് മോർണിംഗ്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ മഴ ലഭിച്ചൊരു സ്ഥലമാണ് കാസർഗോഡ്. ഇന്നലെ മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴ. ഈ കാലവർഷത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഇന്നലെയും അതുപോലെ തന്നെ ഇപ്പോഴുമാണ്. ഏതായാലും ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴയോരങ്ങളിലും ഈ എല്ലാ പുഴകളിലും, കാസർഗോഡ് ജില്ലയിലെ എല്ലാ പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നേരത്തെയൊക്കെ നൽകിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. തീരപ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. വലിയ തോതിൽ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. നമുക്കറിയാം, 75 മീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശം. ഇതിൽ 45 മീറ്ററിലധികം കടൽ ഭിത്തി ഇല്ല എന്നത് തന്നെയാണ് ഈ പ്രദേശത്ത് ആശങ്കയുണ്ടാക്കുന്നത്. ഏതായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിലവിൽ മാറിയിട്ടില്ല. എന്തായാലും മഴ ഇനി വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായി തന്നെ തുടരും. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ അത് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനവും. എന്തായാലും മറ്റൊരു ആശങ്കയുള്ളത് ദേശീയ പാതയിലാണ്. ഇന്നലെയും ദേശീയ പാതയിൽ ഈ റോഡ് ഇടിഞ്ഞ് താഴ്ന്ന സംഭവമുണ്ടായി. പ്രത്യേകിച്ച് മാവുങ്കാലിലാണ് ദേശീയപാതയിൽ ഇത്തരത്തിൽ മേൽപ്പാലത്തിൽ വലിയ തോതിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ഈ സിമെന്റ് ഒക്കെ അടന്ന് കമ്പിയൊക്കെ കാണുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചെർക്കള ചട്ടഞ്ചാൽ റോഡാണ് മറ്റൊരു ആശങ്കയുള്ള ഒരു പ്രദേശം. വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ തന്നെ വലിയ ഗർത്തം രൂപപ്പെട്ടത്. അതുപോലെ തന്നെ മട്ലായിക്കുന്നും വീരമലക്കുന്നും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ആശങ്കയുള്ളത് കുടക് മേഖലകളിലാണ്. കുടക് മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ കുടക് മേഖലകളിൽ പെയ്യുന്ന മഴ അതിലെ എല്ലാ ജലങ്ങളും എത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ തേജസ്വിനി പുഴയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകുന്ന തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അത് ഒരു വലിയ ആശങ്കയാണ്. കഴിഞ്ഞ കാലവർഷങ്ങളിലൊക്കെ ഈ കുടകിൽ പെയ്ത മഴ, അതിശക്തമായ മഴയെ തുടർന്ന് തേജസ്വിനി പുഴ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകിയിരുന്നു. നിരവധി കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ശക്തമായ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഈ ദേശീയപാതയിലെ പരിശോധന, ഡ്രോൺ വെച്ചുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ കുന്നിൻ മുകളിലൊക്കെ എത്രത്തോളം അപകട സാധ്യതയുണ്ടെന്ന് കണ്ടെത്താനാണ് ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഇന്നും ആ പരിശോധന തുടരും. അതിനോടൊപ്പം വിദഗ്ധ സമിതി ഇന്ന് ദേശീയപാതയിൽ സന്ദർശനം നടത്തും. 52 ഇടങ്ങളിലാണ് അപകട സാധ്യത മുന്നറിയിപ്പുള്ളത്. ഏതായാലും മഴ ഈ രീതിയിൽ തന്നെ ശക്തമായി തുടരുകയാണെങ്കിൽ അത് ദേശീയപാത വഴിയുള്ള യാത്ര വലിയ ദുരിതമാക്കും. ഒരു പക്ഷേ ചട്ടഞ്ചാൽ, ഈ ചെർക്കള ഞാൻ നേരത്തെ സൂചിപ്പിച്ച റോഡ്, അത് പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്താം. വഴിതിരിച്ചുവിടുക ചന്ദ്രഗിരി പാലം വഴിയായിരിക്കും. കഴിഞ്ഞ കാലവർഷം നമ്മളത് കണ്ടതാണ്. എന്തായാലും ഈ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ട് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. റാണിപുരം ടൂറിസം കേന്ദ്രം ഉൾപ്പെടെ, പള്ളിക്കര ബീച്ച് ഉൾപ്പെടെ പൂർണ്ണമായും സഞ്ചാരികൾക്ക് ഇന്ന് നിരോധനമുണ്ട്. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും തയ്യാറാണെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഇല്ലെങ്കിലും ഈ കൃത്യമായ കരുതൽ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. എന്നാലും മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്നു. ഇന്നലെ ആരംഭിച്ച മഴയാണ്. ഇതുവരെ മഴ തോർന്നിട്ടില്ല. ഈ കാലവർഷത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസങ്ങളായിരിക്കും ഇന്നലെയും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് കാസർഗോട്ടെ കാര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇന്നും കാസർഗോഡുള്ളത്. കോട്ടയത്തേക്ക് പോകാം നമുക്കിനി. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ? അവിടെ ക്യാമ്പുകളിലേക്കൊക്കെ ഒരുപാട് ആളുകളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ജില്ലയിലെ സാഹചര്യം? തീർച്ചയായും പടിഞ്ഞാറൻ മേഖലയിലാണ് ദുരിതം തുടരുന്നത്. വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ പലയിടത്തും രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അയ്മനം, തിരുവാർപ്പ്, ഒപ്പം തന്നെ കുമരകം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതിരമ്പുഴ പഞ്ചായത്ത്, ഇവിടെ വിവിധ
വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത കിഴക്കൻ വെള്ളം എത്തി പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനി പതുക്കെ ഇറങ്ങി പോവുകയുള്ളൂ. അതാണ് ഈ മേഖലയിലുള്ളവരുടെ ദുരിതം. എന്തായാലും മഴ ശക്തമായി തുടരുന്നു. ഇന്നലെ പകൽ അതിശക്തമായ മഴയാണ് പെയ്തത്. സന്ധ്യ മുതൽ ഒരൽപ്പം മഴ മാറി നിന്നു. പിന്നീട് ഈ കഴിഞ്ഞ പുലർച്ചെ മുതൽ വീണ്ടും മഴ പെയ്യുകയാണ്. ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കോട്ടയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നദികളിലെ ജലനിരപ്പ് ഈ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ഒക്കെ ഏറ്റവും ഒടുവിൽ വന്ന വിവരപ്രകാരം ഏതാണ്ട് മുന്നറിയിപ്പ് നിലയിലേക്കൊക്കെ എത്തിയിരിക്കുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. ഈ അപകട നിലയിലുള്ളത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇന്ന് റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ അവധിയാണ്. മറ്റ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കെല്ലാം പ്രവേശനത്തിന് നിരോധനമുണ്ട്. രാത്രി ഈ വാഗമൺ റോഡിൽ രാത്രി യാത്രാ നിരോധനമുണ്ട്. അങ്ങനെയുള്ള നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ജില്ലയിൽ തുടരുകയാണ്. ദുരിതം എടുത്തു പറയാനുള്ളത് ഈ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം തന്നെയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈ മഴ ഇന്ന് തോർന്നില്ലെങ്കിൽ അത് വലിയ ദുരിതമായി തന്നെ മാറും. ഈ മീനച്ചിലാറ്റിലൊക്കെ നിറഞ്ഞ് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ വെള്ളം വന്ന് നിറഞ്ഞ് ഒരു വലിയ ദുരിതം തുടരും. കുറേ ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കും ഉണ്ടാകുക. പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. വൈക്കം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് വലിയ പരാതിയാണ് ഉയർന്നു വരുന്നത്. അതായത് പ്രശ്നം പലയിടത്തും അതിശക്തമായ കാറ്റുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും വൈദ്യുതി കിട്ടാത്ത ചില പ്രദേശങ്ങൾ പോലും ഉണ്ട് എന്ന് നാട്ടുകാരുടെ പരാതി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ് KSEB വിശദീകരിക്കുന്നത്. എന്തായാലും ദുരിതമാണ് കോട്ടയത്ത്. ഈ മലയോര മേഖല ഉൾപ്പെടെ കൂട്ടിക്കൽ, ഒപ്പം തന്നെ ഏന്തയാർ അങ്ങനെയുള്ള മേഖലകൾ, ഇപ്പുറത്ത് അടുക്കമടക്കമുള്ള തീക്കോയി അടക്കമുള്ള മേഖലകളിൽ ഇവിടെ എല്ലാം ഉരുൾപൊട്ടൽ ജാഗ്രത ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റും ഉണ്ട്. എന്തായാലും മഴ തുടരുന്നത് അവിടെയൊക്കെ ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. ആര്യ, തീർച്ചയായും ശ്രീജിത്താണ് കോട്ടയത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവിടെയും ദുരിത പെയ്ത്ത് തന്നെയാണ്. കാറ്റ് വലിയ രീതിയിൽ നാശം വിതയ്ക്കുന്നുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പല മേഖലകളിലും ഇത്തരത്തിൽ വൈദ്യുതി ലൈനിലേക്കൊക്കെ മരങ്ങൾ വീണിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടൊക്കെ പോലും അതൊന്നും പുനഃസ്ഥാപിച്ച് കിട്ടാതെ ജനങ്ങൾ വല്ലാത്ത ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം. വെള്ളക്കെട്ട് ഭീഷണിയൊക്കെയും പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ക്യാമ്പുകളിലേക്ക് നിരവധി ആളുകളെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെയൊക്കെ റെഡ് അലേർട്ട് ആയിരുന്നു. അതിശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. മലയോര മേഖലയൊക്കെ സുരക്ഷിതമാണോ? ഗുഡ് മോർണിംഗ് ആര്യ. എന്തായാലും പത്തനംതിട്ടയില് മഴ ശക്തമാണ്. പത്തനംതിട്ടയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. ഇന്നലെ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് നിരോധനമുണ്ട്. അതിപ്പോഴും തുടരുന്നു. ജൂൺ 1 വരെ, നാളെ വരെ തുടരും ഇത്തരം നിയന്ത്രണങ്ങൾ. കോറികളുടെ പ്രവർത്തനം അടക്കം നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇത് പുനഃസ്ഥാപിക്കുകയും മരങ്ങൾ വെട്ടിമാറ്റുകയൊക്കെ ചെയ്ത് വൈദ്യുതി പോസ്റ്റുകളും നിലം പതിക്കുന്ന ശക്തമായ കാറ്റ് കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ റാന്നി ഭാഗം, പെരുന്നാട് ഭാഗത്തൊക്കെ കാറ്റിന്റെ ഒരു വലിയ ശക്തി കാരണം മരങ്ങൾ കടപുഴകി വീണ് ആ മേഖലയിലോട്ട് ഗതാഗതത്തിനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒപ്പം വൈദ്യുതി പോസ്റ്റുകൾ നിലം പതിക്കുന്ന സാഹചര്യം ഉണ്ട്. ഏകദേശം 158ഓളം വൈദ്യുതി പോസ്റ്റുകൾ ഇതുവരെ പല ഭാഗങ്ങളിൽ, ജില്ലയുടെ ഭാഗങ്ങളിൽ കാറ്റും മഴയും കാരണം നിലം പതിച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത്തരമൊരു നഷ്ടവും KSEBക്ക് ഉണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോഴും തുടരുകയാണ്. ഗവി അടക്കമുള്ള കുട്ടവഞ്ചി സവാരി കേന്ദ്രം, അതുപോലെ തന്നെ ശബരിമല പാത, അങ്ങനെ ആ മേഖലകളിലേക്കുള്ള യാത്രകൾക്കാണ് നിരോധനമുള്ളത്. നാളെ വരെയാണ്, ജൂൺ 1 വരെയാണ് നിയന്ത്രണം ഉള്ളത്. എന്തായാലും കോറികളുടെ പ്രവർത്തനം ജില്ലയിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഉരുൾപൊട്ടലും അതുപോലെ മണ്ണിടിച്ചിലും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം പല സ്ഥലങ്ങളിലും ഈ കാറ്റത്ത്, മഴയോടൊപ്പം വീശിയടയ്ക്കുന്ന കാറ്റത്തും മരങ്ങൾ കടപുഴകി വീടുകളുടെ മുകളിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്